പതിവ് പോലെ ഇവർ രണ്ടൊരു പഴം കിട്ടോ? കാര്യം എന്താന്ന് പറഞ്ഞ ഞാനും കൂടെ കേക്കട്ടെ. ഇതാണ് വിഷയം. നീ സുരഭിയുടെ വളയെടുത്ത് അവൾ അറിയാതെ കൊണ്ടുപോയി പണയം വെച്ചോ? അവള് പറയുന്നു പണയം വെച്ച ഈ വളയെല്ലാം ലോക്കറിലാണെന്നും ലോക്കറിന്റെ കീ അവളുടെ കയ്യിലുണ്ടെന്നും. പിന്നെ അവൾ അറിയാതെ എങ്ങനെ നീ ഈ വളയെടുത്ത് പണയം വെച്ചു? എന്റെ പൊന്നു കുഞ്ഞെ, ഇങ്ങനെ ഓരോന്നോരോന്ന് ലോക്കറിൽ നിന്ന് എടുത്തോണ്ടിരുന്നാലേ പിന്നെ അതിനകത്ത് എന്തുകൊണ്ട് ബാക്കി? ഇനിയും വല്ലതും ബാക്കി ഇരിപ്പുണ്ടോ? എനിക്കൊന്നും കേക്കണ്ട. ഞാൻ പറയുന്നൊന്ന് കേക്ക്. അമ്മ, ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കേട്ട് കഴിഞ്ഞാൽ കള്ളത്തരമായിട്ട് ഫീൽ ചെയ്യത്തുള്ളൂ. അമ്മയ്ക്കറിയാം എന്റെ ഒരു ഫ്രണ്ട് ജിബിൻ കോളേജിൽ പഠിച്ച ജിബിന്റെ അമ്മ ഇവിടെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലില് കുറച്ചു നാളായിട്ട് ട്രീറ്റ്മെന്റിലായിരുന്നു. ഈ പ്രൈവറ്റ് ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ, അവിടുത്തെ ബില്ലിങ്ങും ഭയങ്കര കൂടുതലാണ്. ഈ ട്രീറ്റ്മെന്റ് നടന്നുകൊണ്ടിരിക്കെ അവന്റെ അമ്മ മരണപ്പെട്ടു. 5-6 ലക്ഷം രൂപയെങ്കിലും കെട്ടിവെച്ചാൽ മാത്രമേ ബോഡി തിരിച്ചു വിട്ടുകൊടുക്കുള്ളൂ എന്ന് അവരുടെ ഫാമിലിയുടെ അടുത്ത് പറഞ്ഞു. ജീവൻ എന്നെ കരഞ്ഞുകൊണ്ട് വിളിച്ചു പറഞ്ഞു, അളിയ ഒരു നിവൃത്തിയില്ല. അങ്ങനെ എനിക്ക് ഒരു നിവൃത്തിയില്ലാതെയാണ് ഞാൻ സുരഭിയുടെ വള കൊണ്ട് പണയം വെച്ച് 1 ലക്ഷം രൂപ അവർക്ക് കൊടുത്തത്. ഞാൻ മാത്രമല്ല, എന്റെ കൂട്ടുകാരെല്ലാരും കൂടെ ഷെയർ ഇട്ടിട്ടാണ് പൈസ ബില്ല് സെറ്റിൽ ചെയ്തത്. അതുകൊണ്ടാണ് ബോഡി തിരിച്ചു വിട്ടുകൊടുത്തതാണ്. അങ്ങനെയുള്ള നല്ല കാര്യങ്ങൾക്കൊക്കെ ഇതുപോലൊക്കെ ചെയ്യുന്നുണ്ട്, തെറ്റൊന്നുമില്ല പോലെ. അത് നല്ല മനസ്സ് വേണം അതൊക്കെ നല്ലതായിട്ട് കാണാൻ. പോട്ട് പോലെ, ഒരു നല്ല കാര്യത്തിനല്ലേ. അല്ല, എനിക്കൊരു സംശയമേ, നീ എങ്ങനെ ഈ വള കൊണ്ടുപോയി പണയം വെച്ചത്? അമ്മ, സുരഭിയുടെ എന്റെ അവിടെ ജോയിന്റ് അക്കൗണ്ട് ആണല്ലോ, അതുകൊണ്ട് ഞങ്ങൾ ഒരാൾ പോയാൽ പോലും ലോക്കർ തുറക്കാൻ പറ്റും. അണ്ണ അണ്ണ ഒരു വാക്ക് പറഞ്ഞുകൂടായിരുന്ന? എന്നാ അണ്ണന്റെ കൂടെയല്ലേ നീ നിൽക്കുള്ളൂ? സുരഭി, തന്നെ കൺവീൻസ് ചെയ്യാൻ മാത്രം സമയം ഉണ്ടായിരുന്നില്ല കേട്ടോ, തന്നെ മനസ്സിലാക്ക. സുരഭി, ഇതാ തന്റെ വള. കണ്ട അമ്മ, ജിബിന് എനിക്ക് 1 മാസത്തിനുള്ളിൽ പൈസ തരാന്നാ പറഞ്ഞിരുന്നത്. പക്ഷെ ഇന്ന് വിളിച്ചിട്ട് ഫണ്ട് റെഡിയാന്ന് പറഞ്ഞപ്പം ഞാൻ ഇന്ന് തന്നെ പോയി വളയെടുത്തു. പക്ഷെ പോകുന്ന വഴിക്ക് ഞാൻ ഈ റെസിപ്റ്റ് തപ്പിയിട്ട് എന്റെ പേഴ്സിൽ കണ്ടില്ല, അതെവിടെ മിസ്സായി. പക്ഷെ എന്നിരുന്നാൽ കൂടി അവിടെ എത്തിയിട്ട് അഫിഡവിറ്റ് ഒക്കെ കൊടുത്തു കഴിഞ്ഞപ്പം വള എനിക്ക് അവര് തിരിച്ചു തന്നു. പോട്ടെ പോലെ, ഒരു നല്ല കാര്യത്തിനല്ലേ, കിട്ടിയല്ലോ, നന്നായി. അമ്മ, ചെയ്തത് തെറ്റാണെന്ന് അറിയാം അമ്മ. പക്ഷെ ജിബിൻ കരഞ്ഞു വിളിച്ചു പറഞ്ഞപ്പോ എനിക്ക് വേറൊരു നിവൃത്തിയില്ലായിരുന്നു. ഇതിന്റെ പേരില് അമ്മ എന്ത് ശിക്ഷ പറഞ്ഞാലും ഞാൻ അനുഭവിക്കാൻ റെഡിയാണ്. ഇതിന്റെ പേരിൽ അമ്മയ്ക്ക് ഒന്നേ പറയാനുള്ളൂ, നിനക്ക് എന്നോട് ചോദിക്കായിരുന്നില്ലേ 1 ലക്ഷം രൂപ അവിടെ വള കൊണ്ടിരുന്നേന്റെ വല്ലോ? സോറിയോ. ശരി. കണ്ടല്ലോ പാവം എന്റെ മോന്. ഞാൻ അപ്പോഴേ പറഞ്ഞു കഷ്ടം, അവൻ വന്നിട്ട് സത്യം എന്താന്ന് അറിയാവുന്ന. അയ്യോ, അമ്മ കുറച്ചു മുമ്പ് ഇങ്ങനെയൊന്നുമല്ലല്ലോ എന്നോട് സംസാരിച്ചത്. പിന്നെ ലക്ഷ്മി ചേച്ചി പറഞ്ഞു അമ്മേന്റെ തലയിൽ ബോംബ് ഇടാൻ വേണ്ടി ഇരിക്കുകയാണെന്ന്. ആണോ? എന്നാൽ ലക്ഷ്മി ചേച്ചിയുടെ കൈ ബോംബ് കാണുമായിരിക്കും. എന്റെ തൽക്കാലം ഒരെണ്ണം എടുക്കാനില്ല, മനസ്സിലായോ? എന്റെ കുഞ്ഞിനെ വിഷമിപ്പിച്ച് മുകളിലോട്ട് വിട്ടത് പോരെ. പാവം ചെല്ലടി അങ്ങോട്ട്, പാവം പോൻ. അവസാനം ഇങ്ങനെ വരുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അവനൊരു നല്ല കാര്യമാണ് ചെയ്തത്. പിന്നെ നല്ല കാര്യം തന്നെ. അടിച്ച് വീട്ടിൽ കൊണ്ടുപോയതല്ലോ. പാവം പോൻ. തനിക്കറിയാലോടോ എന്നെ. അപ്പോഴത്തെ ആ ഒരു സിറ്റുവേഷനിൽ ഞാൻ എല്ലാവരെയും കൺവിൻസ് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ അവർക്ക് ആർക്കും ആ സീരിയസ്നെസ് മനസ്സിലായെന്ന് വരില്ല. തനിക്ക് തോന്നുന്നുണ്ടോ തന്നിൽ നിന്ന് ഞാൻ എന്തെങ്കിലും മറച്ചു വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യുമെന്ന്? വള ഞാൻ എടുത്ത പോലെ തിരിച്ചു വെച്ചിട്ട് ഞാൻ തന്റെ അടുത്ത് പറയാവുന്നതായിരുന്നു. പക്ഷേ ഒന്നും പറയണ്ട, എനിക്കറിയാം എന്റെ പ്രദേശം.
എന്തോന്ന്? ഞാൻ ഒരു രഹസ്യം പറയാനാണ് വന്നത്. രഹസ്യം പറയാനോ? ആ പറ. നമ്മളെ പ്രതീക്ഷൂന് ആ. സുരഭിയുടെ സ്വർണ്ണം എടുത്ത് 1 ലക്ഷം രൂപയ്ക്ക് പണയം വെച്ചേക്കുന്നു. അയ്യോ, 1 ലക്ഷം രൂപയ്ക്ക് പണയം വെച്ചു? അതെ കൊച്ചപ്പ. ശോ, എപ്പോ? അതെപ്പോഴെന്ന് അറിഞ്ഞൂടാ. ലക്ഷ്മി കുഞ്ഞ് പറഞ്ഞതനുസരിച്ച് ഇവളൊരു ബോംബ് എന്തായാലും പൊട്ടും. ആണോ? അയ്യോ, അപ്പൊ നമ്മൾ എന്തോ ചെയ്യും മുത്തു? അതാണ് കൊച്ചപ്പ ഞാൻ ആലോചിക്കുന്നത്. ഓ, ആലോചിച്ചിട്ട് ഒരു സമാധാനവും ഇല്ല. അത് ആ ഭാഗത്തെ കാണപ്പെടുന്നെങ്കിൽ ആദ്യം നിന്റെ കാര്യം അധോ ഗതി. അതെ. പക്ഷേ നനഞ്ഞാ പിന്നെ ബോംബ് പൊട്ടൂല, അതാണ് ഒരു കുഴപ്പം. ഇനി ബോംബ് പൊട്ടും കൊച്ചമ്മ. ഫ്ലവേഴ്സ് ടിവിയുടെ സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക. 7593829838. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഉടൻ വരുന്നു ഫ്ലവേഴ്സിൽ.